everyone, welcome to Kids Area Online. Class 2 Integration Day 1 ഓണം എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ഉദ്ഗ്രഥനം ദിവസം 1. എങ്ങനെയുണ്ടായിരുന്നു എക്സാം? ഈസി അല്ലേ? യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കാണാവോ? ഇന്ന് കഴിഞ്ഞ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് നോക്കാം. കിഡ്സ് ഏരിയ ഓൺലൈൻ മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്, മലയാളം എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് മലയാളം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അടുത്ത ബാച്ചാണ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരുപാട് പേർ ചോദിച്ചിരുന്നു. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. അതുപോലെ കേരള സ്റ്റേറ്റ് സിലബസിൽ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഓൺലൈൻ ട്യൂഷനും നൽകുന്നുണ്ട്. അതിനും താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക. 9746487799. ഒന്നാമത്തെ പ്രവർത്തനം മീനുവിൻ്റെ മോഹം എന്നതാണ്. നല്ല തണുത്ത കാറ്റ്. മീനു ജനലിലൂടെ പുറത്തേക്ക് നോക്കി. മാനം കറുത്തിരുണ്ടു. കാറ്റിന് ശക്തി കൂടി. മരങ്ങൾ ആടിയുലഞ്ഞു. മഴത്തുള്ളികൾ മണ്ണിലേക്ക് വീണു. മണ്ണ് കുതിർന്നു. പുതുമണം പരന്നു. ചെടികളും പൂക്കളും മഴയിൽ കുളിച്ചു. മഴ നനയാൻ മീനുവിന് മോഹമായി. അപ്പോൾ മീനുവിൻ്റെ ഒരു മഴ അനുഭവമാണ് ഇവിടെ കാണുന്നത്. മഴയത്ത് കണ്ടുള്ള ഒരു അനുഭവമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇതിൽ നിന്നും കുറച്ച് ചോദ്യങ്ങളുണ്ട്. യോജിച്ചവ ചേർത്ത് വരയ്ക്കുക. കാറ്റിന് എന്താണ്? കറുത്തിരുണ്ടു, ആടിയുലഞ്ഞു, ശക്തി കൂടി. കാറ്റിന് ശക്തി കൂടി. മാനം കറുത്തിരുണ്ടു. മരങ്ങൾ ആടിയുലഞ്ഞു. അപ്പോൾ ഇത് ഇവിടെ നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് വരച്ച് യോജിപ്പിക്കാനായിരുന്നു അതിൽ എ ചോദ്യം. ബി ചോദ്യം, മഴത്തുള്ളികൾ മണ്ണിലേക്ക് വീണപ്പോൾ എന്ത് സംഭവിച്ചു? എന്ത് സംഭവിച്ചു? മണ്ണ് കുതിർന്നു, പുതുമണം പരന്നു. ആകാശം എന്ന പദത്തിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന വാക്കേത്? ഏതായിരുന്നു? മാനം. മാനം കറുത്തിരുണ്ടു. മാനം എന്നതാണ് ആകാശത്തിന് പകരം ഉപയോഗിച്ച പദം. പ്രവർത്തനം 2, മഴക്കാലം. മഴയ്ക്ക് മുമ്പും ശേഷവും പ്രകൃതിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടായത്? മഴയ്ക്ക് മുമ്പ് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുക? ആകാശത്ത് കറുത്ത മേഘങ്ങൾ ഇരുണ്ടുകൂടും, ശക്തമായ കാറ്റടിക്കും, മരങ്ങൾ ആടിയുലയും. ഇതൊക്കെ എന്ത് ചെയ്യാം? മഴയ്ക്ക് മുമ്പ് എഴുതാം. മഴയ്ക്ക് ശേഷം എന്തായിരിക്കും സംഭവിക്കുക? മണ്ണിൽ എവിടെയുണ്ട്? മണ്ണിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു. പിന്നെ എന്താ സംഭവിക്കുക? വെയിൽ വരും. മഴയ്ക്ക് ശേഷം വെയിൽ വരും. ഇനി ഭൂമി മുഴുവനും തണുപ്പുള്ളതായിട്ട് മാറും. ഇതൊക്കെ എന്ത് ചെയ്യാം? മഴയ്ക്ക് ശേഷം സംഭവിച്ച മാറ്റങ്ങളായിട്ട് എഴുതാം. കടങ്കഥ എഴുതാനായിരുന്നു 3ാമത്തെ പ്രവർത്തനം. കടങ്കഥകളുടെ ഉത്തരം കണ്ടെത്തി എഴുതുക. ആർക്കും തൊടാനാവാത്ത നീലക്കുട. എന്തായിരുന്നു ഉത്തരം? ആകാശം. വില്ലാണ്, പക്ഷെ ഞാണില്ല കെട്ടാൻ. എന്താ? മഴവില്ല്. തക്കാളി ഉത്തരമായി വരുന്ന ഒരു കടങ്കഥ എഴുതുക. ടീച്ചറുടെ ഒരു ഉദാഹരണം തരുന്നതാണ്. നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. പച്ചത്തൊപ്പി വച്ച ചുവന്ന സുന്ദരി. ടീച്ചർ ഇവിടെ ഒന്ന് തന്നതാണ്. തക്കാളിക്ക് വേറെയും കടങ്കഥകളുണ്ട്. കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു പഴഞ്ചൊല്ല്. അതും ടീച്ചർ കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു പഴഞ്ചൊല്ലാണ് ഇവിടെ എഴുതുന്നത്. 10 ഗുണം 10 ഗുണം. ഇതുപോലെ അനേകം പഴഞ്ചൊല്ലുകളുണ്ട്. നിങ്ങൾ ഏതാണോ എഴുതിയത് അതിന് മാർക്ക് കിട്ടും കേട്ടോ. പ്രവർത്തനം 4, തൊഴിലുകൾ പലതരം. ശക്തമായ കാറ്റിൽ വൈദ്യുത കമ്പികൾ പൊട്ടിവീണു. മഴയത്തും വൈദ്യുത കമ്പികൾ ശരിയാക്കുന്ന തൊഴിലാളി ആരാണ് വരിക? ഇലക്ട്രീഷ്യനാണ് അല്ലെ? കറണ്ടിൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ആരാണ്? ഇലക്ട്രീഷ്യനാണ്. ഇനി ഇതാരാണ്? പോലീസ്. ഇത് വരച്ച് ചേർക്കാനാണ്. ഇതാരാണ്? കൃഷിക്കാരൻ, ഫോട്ടോഗ്രാഫർ, പോസ്റ്റ്മാൻ. അപ്പോൾ ഇത് ശരിയായ തൊഴിലുകൾ വരച്ച് ചേർക്കുക എന്നുള്ളതായിരുന്നു 4ാമത്തെ പ്രവർത്തനം. തൊഴിലുകളാണ് 4ാമത്തെ പ്രവർത്തനം. 5ാമത്തെ പ്രവർത്തനം വരികൾ കൂട്ടിച്ചേർക്കാം എന്നുള്ളതാണ്. വീട്ടിലുണ്ടൊരു തോട്ടം, പച്ചക്കറി തൻ തോട്ടം, പച്ച നിറത്തിൽ പയറുണ്ട്, നീണ്ടുമെലിഞ്ഞൊരു പയറുണ്ട്. അതുപോലെ തന്നെ വീട്ടിലുണ്ടൊരു തോട്ടം, പച്ചക്കറി തൻ തോട്ടം, ചുവന്ന നിറത്തിൽ എന്താ ഉള്ളത്? തക്കാളി അല്ലേ? അപ്പൊ ചുവന്ന നിറത്തിൽ തക്കാളിയുണ്ട്, മിനുസമുള്ളൊരു തക്കാളിയുണ്ട്. ഇനി ആ 4 വരി ഇതുപോലെ എഴുതുക. ആദ്യത്തെ 2 വരി റിപ്പീറ്റ് ആണ്. വീട്ടിലുണ്ടൊരു തോട്ടം, പച്ചക്കറി തൻ തോട്ടം. അടുത്ത് നമുക്ക് എന്തെഴുതാം? വയലറ്റ് നിറത്തിൽ വഴുതനയുണ്ട്, ഓറഞ്ച് നിറത്തിൽ ക്യാരറ്റ് ഉണ്ട്. അങ്ങനെ എഴുതാം. എന്താണോ നിങ്ങൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക? നീളമുള്ളൊരു ക്യാരറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ചീര എഴുതാം. എന്ത് വേണമെങ്കിലും എഴുതാം. നിങ്ങളുടെ പച്ചമുളക് എഴുതാം. എന്ത് വേണമെങ്കിലും എഴുതാം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു 5ാമത്തെ പ്രവർത്തനം. 2ാം ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, ഇൻ്റഗ്രേഷൻ ഡേ 1 ക്വസ്റ്റ്യൻ പേപ്പർ ഇതായിരുന്നു. അപ്പോൾ നാളെ ഇൻ്റഗ്രേഷൻ ഡേ 2 ആണ്. അതിൻ്റെ ക്ലാസ്സുകൾ വൈകിട്ട് വരുന്നുണ്ട്. എല്ലാവരും ക്ലാസ്സുകൾ കാണുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.